എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയുടെയും മലഞ്ചെരുവിൽ ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റി, ആട്ടിൻപറ്റങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത്, ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുത്ത്, ആടുകൾക്ക് പുല്ല് വെട്ടിക്കൊടുത്ത്, ആടുകൾക്ക് തീറ്റ കൊടുത്ത്, ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചെറിയ ബാലനുണ്ടായിരുന്നു. ആ ബാലൻ രാവിലെ യജമാനന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളെയും അഴിച്ചുകൊണ്ട് മക്കയുടെ മലഞ്ചെരുവിന്റെ ഉള്ളറകളിലോട്ട് കടന്നു ചെന്ന് ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റുകയും ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ആ ഒരു ചെറിയ കുഞ്ഞാണ് ഒരു ദിവസം തന്റെ ആട്ടിൻപറ്റങ്ങളോടൊത്ത് മേച്ചിൽ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് കാണാൻ സുന്ദരനായ, വളരെ മനോഹരമായ, ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യത്തിന്റെ മകുടോദാഹരണം, നല്ല കറുത്ത തലമുടി, നല്ല ശരീരം, ഒത്തിണങ്ങിയ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനും അത്ര സൗന്ദര്യമില്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത മറ്റൊരാൾ കൂടി അബ്ദുള്ള എന്ന് പറയുന്ന ഈ ചെറിയ ആട്ടിടയന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ട്, ദിവസങ്ങളും ആഴ്ചകളുമായി വല്ലതും കഴിച്ചിട്ട്, അതുകൊണ്ട് ഈ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് അല്പം പാല് കറന്നെടുത്ത് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നാൽ ഞങ്ങളുടെ ആയുസ്, ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ ബാലൻ ആ വന്ന സുന്ദരന്മാരായ രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞ മറുപടി, ഇതിനെ തീറ്റിപ്പോറ്റാനും മാത്രമേ എന്റെ യജമാനൻ അനുവദിച്ചിട്ടുള്ളൂ, ഇതിൽ നിന്ന് കുടിക്കാൻ എനിക്ക് അനുവാദമില്ല, നിങ്ങൾക്കും ഞാൻ അനുവാദം തരില്ല. ആ മറുപടി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. വല്ലാതെ നല്ല ഒരു മറുപടി കിട്ടിയപ്പോൾ ആ ചെറുപ്പക്കാരിൽ സുന്ദരനായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളയാൾ പറഞ്ഞു, എന്നാൽ കൊറ്റനാട് പിന്നാലെ പോകാത്ത ഒരു പെണ്ണാടിനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. കണ്ണൂർ ജില്ലക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കൊറ്റനാട് പിന്നാലെ പോകാത്ത പെണ്ണാട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ മനുഷ്യരിലേക്ക് ഒന്ന് കമ്പയർ നോക്കിയാൽ കെട്ടിച്ചിട്ടില്ലാത്ത ആട്. നമുക്കാണല്ലോ കല്യാണവും വിവാഹവും നിക്കാഹൊക്കെ ഉള്ളത്, മൃഗങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ. അപ്പൊ കൊറ്റനാട് പിന്നാലെ പോകാത്ത ഒരു പെണ്ണാടിനെ കാണിച്ചു തരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പെണ്ണാടിന് പാലുണ്ടാവൂല. ആ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ അബ്ദുള്ള പറഞ്ഞു, ദാ നിൽക്കുന്ന ചെറിയ ആടാണ്, അത് പ്രസവിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. എടുത്തോളാനല്ല, കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ആ സമയത്ത് ആ അബ്ദുള്ള കാണിച്ചു കൊടുത്ത ആ ചെറിയ ആടിന്റെ അടുക്കൽ ചെന്ന് കാണാൻ നല്ല സുന്ദരനായ, കാണാൻ മനോഹരമായ മുഖക്കാന്തിയുള്ള, ആകാര സൗഖ്യമുള്ള ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് ചെന്നിട്ട് അടുത്ത് കിടക്കുന്ന അകം കുടിഞ്ഞ ഒരു ചെറിയ കല്ലെടുത്ത് ഈ ആടിന്റെ അകിടിൽ എന്തോ പറഞ്ഞുകൊണ്ടൊന്ന് തടകി. സുബ്ഹാനല്ലാഹ്, അതിന്റെ ആടിന്റെ ആ മുലക്കാമ്പുകൾ, അതിന്റെ മുലക്കാമ്പ് അത് താഴേക്ക് ഇറങ്ങി വരുന്നു. അത്ഭുതമല്ലേ? ആ അകം പൊള്ളയായ ചെറിയ കല്ലിൽ അതിൽ നിന്ന് പാല് കറന്നെടുത്തു. ആ സുന്ദരനായ ചെറുപ്പക്കാരൻ കുടിച്ചു, കൂട്ടുകാരന് കൊടുത്തു, ബാക്കി അബ്ദുള്ളാക്ക് കൊടുത്തു. മനോഹരമായി രുചികരമായ ആ പാല് കുടിച്ച് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എന്തോ പറഞ്ഞിട്ട് വീണ്ടും അകിടിൽ തടകി ആ മുലക്കാമ്പകത്തേക്ക് ഉൾവലിഞ്ഞു. ആ സമയത്ത് അബ്ദുള്ള അത്ഭുതപ്പെട്ടു പോയി. കാരണം എത്രയോ കൊല്ലങ്ങളായി ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന തനിക്ക് അത്ഭുതം കാണാൻ പറ്റിയില്ല. എന്താണ് സംഭവിച്ചത്? ഓടി സുന്ദരനായ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ട് അകിടിൽ തടകിയത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, പറയാനുള്ള സമയമായിട്ടില്ല, അറിയുമ്പോൾ സമയമാകുമെന്ന് നീ അറിയും അതെന്താണ് എന്ന്. അത്ഭുതത്തോടെ ആ ചെറിയ കുട്ടിയുടെ മുന്നിൽ നിന്ന് രണ്ടുപേരും മറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുന്നു, ഇത് മക്കയിലെ ദിനപ്രതി നടന്നു വരുന്ന ഒരു യാത്രയിൽ, അതല്ലെങ്കിൽ ഒരു ആടിനെ മേച്ച് നടക്കും ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ സുപ്രഭാതത്തിൽ നടന്ന ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ പ്രായത്തിലെ സൂക്ഷ്മതയോടെ ജീവിച്ച ആ ചെറിയ കുഞ്ഞ് പിൽക്കാലത്ത് ആരായി മാറിയെന്നറിയുമോ? ആ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ കുട്ടി പിൽക്കാലത്ത് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ പ്രായത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അടുത്തേക്ക് വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, കൂടെയുള്ള വലത്തെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാകുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ
ആ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് മുസ്ലിമായി പ്രവാചകനോടൊപ്പം സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹാന്മാരിൽ ഈ അബ്ദുള്ള എന്ന ചെറിയ കുട്ടി പിൽക്കാലത്ത് എത്തപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗ്യമല്ലാതെ മറ്റെന്താണ്? കാരണം അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ പലരും റസൂലുള്ളാഹിനെ കല്ലുവാരി എറിയുമ്പോൾ, അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ സിംഹഭാഗവും സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ ശിരസിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തി കൊടുക്കുമ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ കുഞ്ഞ് പ്രവാചകന്റെ തണലിൽ വളർന്ന് പ്രവാചകനോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ പറ്റി എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാം. ഏത് സമയത്തും അനുവാദമില്ലാതെ അകത്തോട്ട് കടന്നു ചെല്ലാനുള്ള ഭാഗ്യം കിട്ടിയ, ആരോടും അനുവാദം ചോദിക്കാതെ, പ്രവാചകനോട് അനുവാദം ചോദിക്കാതെ ഏത് സമയത്തും ഏത് നിമിഷത്തിലും ഏത് രാവിലായിരുന്നാലും പകലിലായിരുന്നാലും പ്രവാചകന്റെ അടുക്കൽ കടന്നു വരാനുള്ള ഭാഗ്യം കിട്ടിയ ഒരേ ഒരു വ്യക്തിയാരാ? മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം എന്നറിയുമോ? ആ പ്രവാചകന്റെ രഹസ്യമെല്ലാം ഇബ്നു മസ്ഊദിനറിയാ. ഇബ്നു മസ്ഊദിനറിയാത്ത ഒരു രഹസ്യവും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുപോലെ ഇബ്നു മസ്ഊദിന്റെ ജീവിതത്തിൽ എന്ത് രഹസ്യമുണ്ടോ അത് പുണ്യ പ്രവാചകനറിയാ. പ്രവാചകന്റെയും ഇബ്നു മസ്ഊദിന്റെയും ഇടയിൽ മറകളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല, മതിൽ കെട്ടുകളൊന്നുമില്ല. രണ്ടുപേര് രണ്ട് ശരീരമാണേലും പക്ഷേ ഒരു മനസ്സാ. അവർ തമ്മിൽ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവരാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ പേര് വിളിച്ചതെന്തെന്നറിയോ? സാഹിബ് സിർറേ ഇബ്നു മസ്ഊദ്, സാഹിബ് സിർറേ ഇബ്നു മസ്ഊദ്. റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേര് കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന മനോഹരമായ ഇരട്ട പേര് കിട്ടിയ ഏത് വിഷയത്തും റസൂലുള്ളാഹിന്റെ വിഷയങ്ങളല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. ഇബ്നു മസ്ഊദിനെ ഏത് സമയം വേണമെങ്കിലും കടന്നു ചെല്ലാ. പ്രവാചകന്റെ A to Z അറിയുന്ന ഒരു വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത ജീവിതത്തിന്റെ ശകലങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനോടൊപ്പം ജീവിച്ചു വരുന്നതിനിടയിൽ പരിശുദ്ധമായ ദീന പരസ്യപ്പെടുത്താത്ത കാലമുണ്ടായിരുന്നു. രഹസ്യമായി ദാറുൻ നദവയിൽ മറ്റുള്ളവർ യോഗം കൂടുമ്പോ പ്രിയപ്പെട്ട പ്രവാചകന സഹാബത്ത് യോഗം കൂടുന്നത് എവിടെയാണ്? ദാറുൽ അർഖമിലാണ്. ഇന്നും എന്റെ സഹോദരങ്ങളെ, സഫാ മലയിൽ നിന്ന് മറുവയിലോട്ട് കടന്നു പോകുമ്പോ ഹജ്ജിന് പോയവർക്കറിയാ, ഉംറയ്ക്ക് പോകുന്നവർക്കറിയാ, പരിശുദ്ധമായ സഫാ മലയിൽ നിന്ന് മറുവാ മലയിലോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് സഫാ കുന്നിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ വലതുഭാഗത്തൊരു ജനാലയുണ്ട്, ഒരു വാതിലുണ്ട്. ആ വാതിലാരുടെ ഭവനമായിരുന്നെന്നറിയുമോ? ആ വാതിലിന്റെ ഭാഗമാരുടെ വീടായിരുന്നെന്നറിയോ? മഹാനായ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആ വീട്ടിൽ വെച്ച് രഹസ്യമായ ദീനിന്റെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ നബി തങ്ങളോടൊപ്പം തോളോട് തോളൊരുമിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അന്ന് പരസ്യമായി നിസ്കരിക്കാൻ കഴിയില്ല, പരസ്യമായി നോമ്പ് പിടിക്കാൻ കഴിയില്ല, പരസ്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്ത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഇബ്നു മസ്ഊദിനെ ഒന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്ന ഒരു ചെറിയ സംഭവം മാത്രമാണ്. ഒരു ചെറിയ സംഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിന്റെ കാതലായ ഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ, ഇന്നത്തെ ഈ സദസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ബഹുമാനപ്പെട്ട ശിഹാബ് സാഹിബ് അദ്ദേഹത്തിന്റെ മകളെയുമായി ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഹാബ് സാഹിബിന്റെ ശിഹാബ് സാഹിബിന്റെ സ്പോൺസർ നമ്മുടെ ഒരു അറബി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലെ അതിഥിയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടല് മനസ്സുകൾ തമ്മിൽ ശരീരം തമ്മിൽ അടുക്കുമ്പോഴാണ് മനസ്സുകൾ തമ്മിൽ അടുക്കുക. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സഫുകൾ ചേർന്ന് നിൽക്കാൻ പറയുന്നത് മനസ്സുകൾ തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സുകൾ തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് ദൂരത്തായാൽ പറ്റൂല. ഇപ്പോ നമ്മളുമായി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉറക്കെ സംസാരിക്കാറുണ്ട്. അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. എന്താ അതിന്റെ കാര്യം? ഒരു ഗുരുവിനോട് ചോദിച്ചു എന്താണ് കാര്യം. അദ്ദേഹം പറഞ്ഞു, പ്രശ്നമുണ്ടാകുമ്പോൾ തമ്മിൽ സംസാരം വാക്കേറ്റം നടക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും മനസ്സൊക്കെ ദൂരെയായി പോകുന്നതാണ്. അപ്പോ ഈ മനസ്സിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ മനസ്സ് അടുപ്പമുള്ളവരാണെങ്കിൽ എത്ര ദൂരത്ത് നിന്നാലും കണ്ണുകൊണ്ട് സംസാരിക്കും. കണ്ടിട്ടില്ലേ? ഏറ്റവും അടുപ്പമുള്ളവര് എത്ര ദൂരത്താണെങ്കിലും ഒരു കണ്ണുകൊണ്ട് അവർ സംസാരിക്കും. കാരണം എന്താണ്? അവരുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ അടുക്കും. അള്ളാഹു നമ്മുടെ മനസ്സുകൾ അടുപ്പിക്കട്ടെ. അള്ളാഹു താല നമ്മളെ തമ്മിൽ അടുപ്പിക്കാതെ അടുപ്പിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഇന്നത്തെ കഥാപുരുഷൻ. ഇന്നലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ജീവിതം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. ശ്രദ്ധയോടെ വിഷയം കേൾക്കണം. 2 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും ഒരു മിനിറ്റ് പോലും ഞാൻ പ്രഭാഷണത്തിൽ കുറവ് വരുത്തൂല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ സംഭവം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ ഉറക്കെ പാരായണം ചെയ്യാൻ തടസ്സം തെറ്റിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് സഹാബത്തിന്റെ ഇടയിൽ ചർച്ച വരികയാണ്. ആരാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് ഉറക്കെ ഓതുക? ആരാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് ഉറക്കെ ഓതുക? ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന് വരെ പരിശുദ്ധമായ ഖുർആൻ ഉറക്കെ ഓതിയിട്ടില്ല. ആരാണ് പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതുന്നതെന്ന് ചോദിച്ചിട്ട് സഹാബത്ത് സംസാരിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഓതാ, ഇത് അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ. എനിക്ക് മടിയില്ല, തടസ്സമില്ല, എനിക്ക് ആരെയും പേടിയില്ല. വിശുദ്ധമായ ഖുർആൻ പരസ്യമായിട്ട് ഞാൻ ഓടുന്നതിന് യാതൊരു മടിയും എനിക്കില്ല. സഹാബത്ത് പറഞ്ഞു, ഇബ്നു മസ്ഊദ് നീ അങ്ങനെ ഓതരുത്. കാര്യം എന്തെന്നറിയുമോ? ശത്രുക്കൾ നിന്നെ മർദ്ദിക്കുന്ന സംശയമില്ല. എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ്. എന്റെ സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ത് ചെയ്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ഈ കാങ്കോലിൽ വെച്ച് ഖുർആൻ ഉറക്കെ ഓടുന്നത് ഒരു ഹൈന്ദവന് തടസ്സം നിൽക്കൂല, ഒരു ക്രൈസ്തവന് തടസ്സം നിൽക്കൂല. നിങ്ങൾക്കറിയുമോ, ബി ജെ പി എന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുമ്പോ ഈ ബി ജെ പിയുടെ നേതാവായിരുന്ന ഒരു സഹോദരൻ ആക്സിഡന്റിൽ അപകടത്തിൽ വെടിയേറ്റ് കിടക്കുകയാണ്. വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിൽ വെടിയേറ്റതിന്റെ വേദന മാറാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലെ 60ഓളം വരുന്ന മൗലാനമാരെ വിളിച്ചു വരുത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഓദിപ്പിക്കുകയാണ്. എന്തിനെന്നറിയുമോ? ഖുർആൻ കേട്ടുകൊണ്ട് മനസ്സിനൊന്ന് സമാധാനം വരാ, മനസ്സിനൊരു ആനന്ദമുണ്ടാകാ, മനസ്സിന്റെ വിഷമങ്ങളൊന്ന് മാറാൻ വേണ്ടിയിട്ട്. മഹാജനെന്ന് പറയുന്ന ബിജെപിയുടെ നേതാവ് വെടിയേറ്റ് കിടക്കുമ്പോ സഹോദരങ്ങളെ മൗലാനമാരെ 60ഓളം യുപിയിലെ മൗലാനമാരെ വിളിച്ചുകൊണ്ടുവന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കേട്ടെങ്കിൽ ഇന്ന് ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല, ഇന്ന് ഖുർആൻ ഓതപ്പെടുന്നതിന് തടസ്സമില്ല. ഇന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ മുഴങ്ങി കേൾക്കുന്നതിന് ഒരു ഹൈന്ദവന് തടസ്സം നിൽക്കൂല, ഒരു ക്രിസ്ത്യാനി തടസ്സം നിൽക്കൂല. എന്തേ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ? പക്ഷെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തില്, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തില് ഖുർആൻ ഇറക്കി ഓടാൻ തടസ്സമുണ്ടായിരുന്നു. ഖുർആൻ ഇറക്കി ഓടാൻ അനുവദിക്കില്ല. ആ സമയത്ത് ആരാണെന്ന് ഉറക്കെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനൊന്ന് ഉറക്കെ ഓടിയാലോ? വേണ്ട വേണ്ട സഹോദരങ്ങളെ, ഇത് സത്യരീനാണ്. വിശുദ്ധമായ ഖുർആൻ പടച്ചവന്റെ കലാമാണ്. ലോകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ കലാമാണ്. അതുകൊണ്ട് ഓടുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വരികയാണ്.
ഓടുകയാണ്. എവിടേക്കാ? പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെ അടുത്തുള്ള വലിയൊരു പാറപ്പുറത്ത് കയറുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ കഅബാലയത്തിന്റെ 4 ഭാഗത്തെ കടൽ കുറച്ചുകൊണ്ട് മക്കക്കാരിരിക്കുകയാണ്. അവരിൽ നിന്നൊരു അടിയങ്ങാന കിട്ടിപ്പോയാ അവരെ മർദ്ദിച്ച് വശരാക്കി കഴിഞ്ഞ സഹോദരങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന റസൂലുള്ളാഹിന്റെ സഹാബത്തിന്, ദീനുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്ന സഹാബത്തിന് പരസ്യമായിട്ട് രംഗത്ത് വരാൻ മടിയുള്ള സമയത്താണ്, അതിനുള്ള ആഹ്വാനം അല്ലാഹു കൊടുക്കാത്ത സമയത്താണ് പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെ തൊട്ടടുത്തുള്ളതായ പാറപ്പുറത്ത് കയറുകയാണ്. എന്നിട്ട് ഓതുകയാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പുതുമാരനേതാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ പുതുമാരനേതെന്നറിയുമോ? സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ മനോഹരമായിട്ട് ഓതുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ള മഖാം ഇബ്രാഹിമിന്റെ ചാരപ്പുള്ള പാറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് ഓതുകയാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ സഹോദരങ്ങളെ ശത്രുക്കള് വടിയും തടിയുമായി ഓടുകയാണ്. കരിങ്കല്ലുകൾ പറക്കിക്കൊണ്ട് വന്ന് ഇബ്നു മസ്ഊദിന്റെ ശരീരത്തെ വലിച്ചെറിയുകയാ. സഹോദരങ്ങളെ കഅബാലയത്തിന്റെ മഖാം ഇബ്രാഹിമിന്റെയും നടുവിലിട്ട് മഹാനായ ഇബ്നു മസ്ഊദിനെ മർദ്ദിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് നയാഗ്ര പോലെ ചാലിട്ടൊഴുകുന്ന രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് കയറി പോവുകയാണ് സഹാബത്തിന്റെ മുമ്പിൽ. അവിടെ ചെല്ലുമ്പോ സഹാബത്ത് പറയുന്നു, ഇബ്നു മസ്ഊദേ, ഞങ്ങളെ പേടിച്ച് തന്നെയാണ്, ഞങ്ങളെ ഭയപ്പെട്ട തന്നെയാണ് ഇബ്നു മസ്ഊദേ. ഞാൻ നിങ്ങളുമാണെങ്കിൽ എന്താണ് പറയുക? ഇനി ഞാൻ ഖുർആൻ ഉറക്കെ ഓടൂല, ഇനി ഞാൻ ഖുർആൻ ഉറക്കെ ഓടൂല. ഇല്ല, ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് ആദർശത്തെ അടിയറവ് പറയുന്നവരല്ല സഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇബ്നു മസ്ഊദിന്റെ ശരീരത്തിൽ നാളെ ആത്മാവുണ്ടായിരുന്ന, നാളെ സുപ്രഭാതത്തില്, നാളെ കിഴക്കൻ ചക്രവാളത്തിന്റെ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ ഇബ്നു മസ്ഊദിന്റെ ശരീരത്തിൽ എങ്ങാനും റൂഹ് ശേഷിച്ച, വല്ലാഹി നാളെയും ഞാൻ ഓടുന്നതാ, നാളെയും ഞാൻ ഓടുന്നതാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് സാധ്യം പിടിക്കുമ്പോ സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദിന്റെ കഥ പറയുമ്പോ കഥ കേട്ടുകൊണ്ട് പോകലല്ല. നാളെ ഇവിടെ ഇബ്നു മസ്ഊദ് മാരുണ്ടാകണം. ഇബ്നു മസ്ഊദിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്നുള്ള സകലങ്ങൾ ജീവിതത്തിന്റെ അർത്ഥമിട്ടെടുത്തുകൊണ്ട് നടത്തുന്ന, ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിൽ ഈ അനുഗ്രഹീതമായ സഹാബത്തിന്റെ പാഠ പിൻപറ്റുന്ന ഒരു വിഭാഗം നാളെ ഇവിടെ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മോശക്കാരനാണോ? ആദരവായ പ്രവാചകന് ഒരു ദിവസം നടന്നു വരുന്ന സമയത്താണ് പള്ളിയുടെ അകത്തളങ്ങളിൽ ഇബ്നു മസ്ഊദ് നമസ്കരിക്കുകയാണ്. നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇബ്നു മസ്ഊദ് ഉറക്കെ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഒരു ലഹരിയായിരുന്നു, ഖുർആൻ ഒരു ലഹരിയായിരുന്നു. അവിടെ ലഹരി പിടിപ്പിക്കുന്നത് പാട്ടല്ല, അവർക്ക് ലഹരി പിടിപ്പിക്കുന്നത് മദ്യമല്ല, അവരെ ലഹരി പിടിപ്പിക്കുന്നത് മദിരാശിയല്ല, അവരെ ലഹരി പിടിപ്പിക്കുന്നത് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടുന്ന വിശുദ്ധമായ ഖുർആന. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകപ്പനി മുടക്കിയ പരിശുദ്ധമായ ഖുർആന. ആ ഖുർആൻ നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറക്കെ ഓടുന്നത് കേട്ടപ്പോ ആദരവായ പ്രവാചകൻ അകത്തളങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറയുകയാണ്, മനസറഹു അയ്യഖറഅൽ ഖുർആന റതുബോ. ആർക്കെങ്കിലും എങ്ങനാണോ ജിബ്രീലിലേക്ക് വഹി തന്നത്, എങ്ങനാണോ ജിബ്രീലിലേക്ക് ഓടി തന്നത്, എങ്ങനാണോ അല്ലാഹുവിന്റെ കലാം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത്, എങ്ങനാണോ ജിബ്രീൽ നബി തങ്ങൾക്ക് ഓടി കൊടുത്തത്, റസൂലുള്ളാഹി പറയുകയാണ്, എനിക്ക് എങ്ങനാണോ ജിബ്രീൽ ഖുർആൻ ഓടി തന്നത്, അതേ രൂപത്തിലും അതേ ഭാവത്തിലും അതേ കോലത്തിലും ഖുർആൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്നാ നിങ്ങൾ ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ ഓടുന്നത് പോലെ
പോലെ ഓടുന്നതാരാണ്? മഹാനായ അബ്ദുറഹ്മാൻ സുലൈസ് എന്ന ഇരുഹറമിന്റെ മേധാവിയല്ല. ആരാണ് പ്രിയപ്പെട്ടവരെ? സൗദി അറേബ്യയിലെ പള്ളികളിലെ ഇമാമിയങ്ങളല്ല. റസൂലുള്ളാഹിന്റെ ഓതൽ കേൾക്കുന്നു. റസൂലുള്ളാഹിക്ക് എങ്ങനെയാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രൂപവും ആ ഭാവവും ആ കോലവും കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേട്ടുകൊള്ളട്ടെ. ഇബ്നു മസ്ഊദ് ഓതുന്നത് എനിക്ക് ജിബ്രീൽ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിലാണ് എന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു അവരുടെ ഒരു ജീവിതത്തിന്റെ ലഹരി. അവർക്ക് ഖുർആനായിരുന്നു. നമുക്കാണെങ്കിലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയി. ഒരു സംശയവും വേണ്ട. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ദീനൊരു പ്രശ്നമല്ല, യുവാക്കൾക്ക് ദീനൊരു പ്രശ്നമല്ല. ഇന്ന് എന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവര് വളരെ കുറവാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. കാരണം എന്താണ്? ഇന്ന് കാലം കഴിയുന്തോറും ജാഹിലീങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിയല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ വയലു പറഞ്ഞത് ആദരണീയനായ ശംസുൽ ഉലമയെ പോലെ, ആദരണീയനായ കന്നീത്ത് ഉസ്താദിനെ പോലെ, ആദരണീയനായ പാറന്നൂർ ഉസ്താദിനെ പോലെ, ആദരണീയനായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, ആദരണീയനായ സമസ്ത ഇരു സമസ്തകളുടെയും പണ്ഡിത പടുക്കള്, അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ സുന്നി സംഘടനകളുടെ നേതാക്കന്മാര്, ആരിഫീങ്ങളായ പണ്ഡിത നേതൃത്വങ്ങള്, വന്നിരായ ഉസ്താദുമാര് പ്രസംഗിച്ച വേദികളിൽ പ്രസംഗിക്കുന്ന എന്നെ പോലുള്ള ജാഹിലീങ്ങളാണ്. എന്താ കാര്യം? കാരണം ലോകത്തിന്റെ അവസാനം എത്തുമ്പോൾ ജാഹിലീങ്ങൾ പെരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ഇന്ന് റസൂലുള്ളാഹിയുടെ പാതയിൽ നിന്ന് പിന്നിലോട്ടായി പോയി. അള്ളാഹുവിന്റെ പാത വിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ഇല്ല എങ്കിലോ എന്റെ സഹോദരങ്ങളെ, നമ്മളെപ്പറ്റി ഒരാളും മോശമായിട്ട് കാണൂല. ഒരാള് നമ്മളെപ്പറ്റി ഞാൻ തുറന്നു പറയുന്ന ഒരാളാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇസ്ലാം മതം കൊള്ളാമെന്ന് പറഞ്ഞ് മുസ്ലിമായി കടന്നു വരുവോ? ഇല്ല. 1000 വട്ടം ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ഒരാൾ തയ്യാറല്ല. എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ, റമളാൻ മാസത്തിന്റെ പകലുകളിലും രാവുകളിലും വ്യഭിചാരശാലകളിൽ കാണുമ്പോൾ, പലിശയുടെ വിഷയത്തിൽ മുസ്ലിം ഇന്ന് മുൻപന്തിയിലെത്തുമ്പോൾ, പലിശ പണം കൊണ്ട് മുസ്ലിമിന്റെ വയറുകൾ ഇന്ന് ഗോപുരം പോലെ വീർത്തു വരുമ്പോൾ, എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾക്ക് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടാവുക? ഇല്ല. പണ്ടുള്ളവരോ അവരുടെ ഒരു പ്രവർത്തനം ഒന്ന് വീക്ഷിച്ചാൽ എന്തോ ഒരു നല്ല മതമാണ്, എന്തോ ഒരു നല്ല പ്രത്യയശാസ്ത്രമാണ്, എന്തോ ഒരു നല്ല അനുസരണയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ അവരാഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇതുപോലെ മനോഹരമായി ഓതുന്ന ഒരു സഹാബി വേറെയില്ല. എങ്ങനെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു അതേമാതിരി കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേൾക്കണമെന്നാണ്. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൈപിടിച്ചിട്ട് നടന്നു പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, മനോഹരമായ ചരിത്രം അദ്ദേഹത്തിന്റെ. അവസാനം എന്റെ സഹോദരിമാർക്ക് പെൺമക്കളെ കെട്ടിക്കാൻ വിഷമമുള്ളവരുണ്ട്, വീട് വെക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്. പൈസ കിട്ടുന്ന ഒരു ചെറിയ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇബ്നു മസ്ഊദിന്റെ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരുന്നാൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ ഒതുക്കി എന്നാൽ അങ്ങ് സംഘാടകർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ ഉസ്താദ്, ഈ പിരിക്കേണ്ട ആവശ്യമില്ലല്ലോ? അങ്ങനെയൊക്കെ ചോദിക്കാൻ എന്ന മറുപടി എനിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് തങ്ങൾ നമ്മുടെ ഇന്നത്തെ കഥാപുരുഷനാണ്. ഞാൻ പറയുന്നു, ഒരു ദിവസം റസൂലുള്ളാഹി നടന്നു വരുമ്പോ അദ്ദേഹം ദുആ ചെയ്യുന്ന കണ്ടിട്ട് കൂടെ ആളുകളുണ്ട്. ഒന്ന് ചിന്തിക്കണം. റസൂല് പറഞ്ഞു, ചോദിക്കൂ ഇബ്നു മസ്ഊദേ, നൽകപ്പെടും, ഉറപ്പാ. ആരാ പറയുന്ന? റസൂലുള്ളാഹി. ചോദിച്ചോ ഇബ്നു മസ്ഊദേ, നൽകപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ അള്ളാഹ് മറുപടി തരുമെന്ന് പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖും ഉമർ തങ്ങളും ഒക്കെ പരസ്പര സഹാബത്ത് മുഖത്തോട് മുഖം നോക്കാൻ. എന്തിനാണ് സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ വിവരം നാളെ എനിക്ക് ഇബ്നു മസ്ഊദിനോട് പറയണം. ഇബ്നു മസ്ഊദ്, നീ ഇന്നലെ രാത്രി ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ ചോദിച്ചോ നൽകപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നീ ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് എനിക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ സുബൈക്ക് പള്ളി വന്നാൽ പറയാൻ പറ്റൂല. കാരണം ആളുകൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ സുബൈക്ക് മുമ്പ് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു.
കാരണം പള്ളിയിൽ ബാങ്ക് കേട്ടാ പിന്നെ പള്ളിയിൽ വരുവാൻ. ഓ പള്ളിയിൽ വന്നാൽ വേറെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആ പ്രതിഫലം കിട്ടൂല. നമ്മളാണെങ്കിലോ, ഓ നമ്മുടെ മനസ്സാണെങ്കിലോ, നബി തങ്ങളെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചോദിച്ചോ നൽകപ്പെടുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നബി എന്ന് വിളിക്കും. ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഇല്ലാത്തത് എത്രയോ നന്നായി. കാരണം എന്താണ്? ഏത് സംഘടന നിൽക്കും, ഏത് സംഘടന നിൽക്കും? ഞാൻ വിഷമത്തോടു കൂടി പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് ഇന്നല്ല, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, നേരെ ഉമറത്തങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ ആരോ ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ചിന്തിച്ചു, അൽഹംദുലില്ലാഹ്, ഇദ്ദേഹം ഒന്ന് നേരത്തെ ആണല്ലോ പുറത്തിറങ്ങുന്നത്. എന്തായിരുന്നാലും ഇപ്പൊ വന്നത് നന്നായി. കാരണം പിന്നീട് ആയിപ്പോയിരുന്നെങ്കിൽ ഇദ്ദേഹം പള്ളി എത്തിയനെ, വേറെ ആരെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞനെ. അല്ലെങ്കിൽ അബൂബക്കറിനെ വിശ്വസിക്കാൻ പറ്റൂല. കാര്യം അബൂബക്കർ എല്ലാത്തിലും മുമ്പന്തിയില്ല. സമാധാന ഇബ്നു മസ്ഊദ് വീട്ടിലുണ്ട്, കാരണം പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് ഇറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി. അടുത്തടുത്തെത്തിയപ്പോൾ ഉമർ തങ്ങൾ ഞെട്ടിപ്പോയി. ഇറങ്ങി വരുന്നത് ഇബ്നു മസ്ഊദ് അല്ല, പിന്നെ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചിന്തിച്ചേ, രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല, രാത്രി തന്നെ വെച്ച് പിടിച്ചു. എന്തു പറയാനാ? സ്വന്തം കാര്യം പറഞ്ഞോട്. നമുക്ക് കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം, മരണ വീട്ടിൽ പോയാൽ മയ്യത്താകണം. നമുക്ക് എവിടെ നമ്മളാകണം, ഇതല്ലേ നമ്മുടെ ആഗ്രഹം. അവിടെ ചെന്നു കാര്യം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എവിടെ പോവാ? ഞാൻ ഇന്നലത്തെ സംഭവം ഒന്ന് വിവരിക്കാൻ വേണ്ടി വന്നതാ, നീ ഇന്നും പരാജയപ്പെടുത്തി കളഞ്ഞല്ലോ അബൂബക്കർ സിദ്ദീഖ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹു തള്ളിക്കളയാത്ത, ഖുർആൻ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടോ ആ രൂപത്തിൽ ഓതുന്ന, പരസ്യമായിട്ട് ആദ്യമായി വിശുദ്ധ ഖുർആൻ മക്കയുടെ മണൽത്തരികളെയും കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളെയും പുളകച്ചാട്ടണീച്ച ആരുടെ ശബ്ദമാധുര്യം കൊണ്ടാണോ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന പാണ്ഡിത്യത്തിന്റെ കുലപതി സാഹിബ് സിർ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞ 4 പ്രൗഢോജ്വലമായ 4 മറുപടികളും, അതിനുശേഷം അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായ പേടിയും പണം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞെന്ന ഒരു മാർഗവും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കും. അതിനിടയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോൺസർ അറബിക്ക് ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് ഒക്കെ പറയോ? 5 മിനിറ്റ് 2 മിനിറ്റ് ആയിരുന്നാലും നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് എന്തോടെ പറയാലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് അദ്ദേഹം നിങ്ങളുമായിട്ട് സംസാരിക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളൊന്ന് പരിചയപ്പെടുത്തി അദ്ദേഹം വിളിക്കും. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ആ പ്രസംഗം 2 മിനിറ്റ് കൂടിപ്പോയ 2 മിനിറ്റ് എത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും. ഇന്നലെ വെള്ളം കുടിച്ചില്ല എന്നൊരു പരാതിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വെള്ളം കുടിക്കും. എന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് പ്രസംഗം തുടരും. എല്ലാവരും ആ പുറത്ത് നിൽക്കുന്നവർ ഇനിയും കുറച്ച് പേര് കയറിയിരിക്കാറുണ്ട്, കയറിയിരുന്നോളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സദസ്സിനെ വൻ വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സമാപനമാണ്. ഇന്ന് സാധാരണ പരിപാടി കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകല. ഇത് നാളെ രാവിലത്തെ 7:40 നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്പം വൈകിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നാളെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഉറങ്ങാൻ വഴലൂല്ലല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുമായി സഹകരിക്കണം. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിലേക്ക് കടന്നു വരാം. വളരെ മനോഹരമായ ചരിത്രത്തിൽ നിന്ന് 4 സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറഞ്ഞ് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാനുള്ള വലിയ മെസ്സേജ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫളീലത്തുൽ الشيخ صلاح عبد الله صائغ. السلام عليكم ورحمة الله وبركاته. أرحبكم ترحيبا بالغا لحضوركم في هذه الحفلة المباركة. نحن فرحون مسرورون لحضوركم في بلدنا، خصوصا في مجلسنا هذا. بارك الله فيك وفي أهلك وفي معاملتك وفي كل أمورك. طول الله عمرك. أرحبكم للخطبة الموجزة وإلقاء كلمة الشكر والفرح والسرور في هذه الحفلة المباركة. فتفضل مشكور. بسم الله الرحمن الرحيم. أتفضل بشكر السيد علي سيد حسين وكل الحضور بالاشتراك. إن شاء الله تكونوا مرتاحين في كيرلا، وهي منطقة جميلة الحمد لله على كل حال. أنا صلاح كيف اسمه صديق شهاب
من البحرين. الحمد لله على الشعب الطيب الكريم. إن شاء الله ما قصرتم بالحضور، وأنا أتشرف بحضوركم في اللقاء. إذا عندكم أي واحد سؤال يسأل، احنا حابين ان انتم تكونون حافظين القرآن، حافظين والهداية. شكرا ورحم الله والديكم، ما قصرت. ശുക്രൻ, അൽഫ് ശുക്രൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച നമ്മുടെ അറഫ ഷിഹാബ് സഹോദരന്റെ സ്പോൺസർ കൂടിയായ, ബഹ്റൈനിൽ ചെന്നപ്പോൾ എന്നെയും അതുപോലെ തന്നെ ഉസ്താദുമാരെയൊക്കെ പരിചയപ്പെട്ട, നമ്മളോടൊപ്പമൊക്കെ സമയം ചെലവഴിക്കാൻ വളരെ സന്തോഷമുള്ള ഒരു ചെറുപ്പക്കാരനായ അറബി സുഹൃത്താണ് സ്വലാഹ് അബ്ദുള്ള അസ്വായിഹ് എന്ന് പറയുന്ന ഈ സഹോദരൻ. അദ്ദേഹം ഇവിടെ വന്നത് ഷിഹാബിന്റെ വീട് കൂടലുമായിട്ടാണ് വന്നത്. നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് കാണാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ജൗ ബാരിദ് എന്നാണ് പറഞ്ഞത്. അന്തരീക്ഷം വളരെ തണുപ്പുള്ള നാടാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ചതിന് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണം തുടർന്നു. ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. ചിലപ്പോ അദ്ദേഹത്തിന്റെ നാട്ടിലെ വലിയ പ്രഭാഷകനായിരിക്കും. ഇപ്പൊ നമ്മളെത്ര നല്ല പ്രഭാഷകനാണെങ്കിൽ അറബി നാട്ടിൽ പോയി നമ്മളെങ്ങനെയാണ് ഒരു മിനിറ്റ് ഉണ്ടെന്ന് ഒതുക്കും. പിന്നെ മലയാളികളുള്ളതുകൊണ്ട് അൽഹംദുലില്ലാ എവിടെയും മലയാളി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മനോഹരമായി നമുക്ക് എവിടെ പോലും പ്രസംഗിക്കാൻ കഴിയും. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സുകൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഘം മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ വിഷയം. മക്കയിൽ നിന്ന് യാത്ര തിരിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന ഒരു സംഘം മക്ക വിട്ട് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ എതിരെ മറ്റൊരു സംഘം വരുന്നതായിട്ട് കണ്ടു. നല്ലൊരു വിഷയമാണ്. എതിരെ ഒരു സംഘം വരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വണ്ടി ഓടിച്ച ഒരാൾ വന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവന് സൈഡ് തന്നില്ല എങ്കിലും നിലമ്പൂർ സംഭവിച്ചതുപോലെ അവന് നമ്മൾ വെട്ടിക്കിടത്തും. അതാ കേരളക്കാരുടെ സ്വഭാവം. അന്ന് എതിരെ വരുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൽ വെച്ച്, അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തോടു കൂടി യാത്രക്കാർ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വരുന്നവർ എവിടെ നിന്നുള്ളവരാണ്, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു പതിവുണ്ട് അറബികൾക്ക്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സംഘത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഏയ് നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? എതിരെ വരുന്ന സംഘത്തോട് ചോദിക്കാൻ, നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? ആ സമയത്ത് അവിടെ നിന്ന് വന്ന മറുപടി പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്താണ്. എവിടെ നിന്ന് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ സംഘത്തിൽ നിന്ന് മറുപടി വരികയാണ്,
അങ്ങ് വിജനമായ വിദൂരമായ ഒരു പ്രദേശത്ത് നിന്ന് വരികയാണ്. ആഴമേറിയ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ വരികയാണ്. ആ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോ അതിൽ നിന്ന് മറുപടി വരികയാണ്, ചിരപുരാതനമായ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് മറുപടി വരികയാണ്. സഹോദരങ്ങളെ, എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാ. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാണ്. ഇതിന് നമുക്ക് കഴിയുമോ? കഴിയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെടുകയാണ്. കാരണം ആ സമയത്ത് ഖുർആൻ വലിയ പാണ്ഡിത്യമുള്ള ആരോ ആണ്. ഇത്രത്തോളം വലിയ പണ്ഡിതനായ ആരാണ് ഇതിനകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന് വ്യഗ്രതയായി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങളൊരു പണ്ഡിതൻ ഉണ്ടാകുമല്ലേ? നിങ്ങളുടെ സംഘത്തിൽ ഒരു പണ്ഡിതൻ ഉണ്ടാകുമല്ലേ? അവര് പറഞ്ഞു, അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു പണ്ഡിതനുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലൂടെ ഒഴുകിട്ടിറങ്ങിയ ഖുർആനിന്റെ സാഗരത്തിലെ മുങ്ങിട്ടപ്പുന്ന ഒരു വലിയ പണ്ഡിതൻ ഞങ്ങളോടൊപ്പമുണ്ട്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ നിന്ന് 4 പേര് 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാ. ആ മറുപടി 4 കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്തെന്നറിയോ? നിങ്ങളിലുള്ള പണ്ഡിതനും മറ്റാരുമാകില്ല, അത് ഇബ്നു മസ്ഊദ് അല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോ? അവര് പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇബ്നു മസ്ഊദിനല്ലാതെ ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് പെട്ടെന്ന് വരിക. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് വരിക. ഏറ്റവും വലിയ ചോദ്യങ്ങൾ 4 ചോദിക്കുമ്പോ ചോദ്യം 4 പരിശുദ്ധമായ ഖുർആനിലൂടെ മറുപടി കൊടുക്കുന്ന ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ കുലപതിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ഒന്നാമത്തെ ചോദ്യം ഏതെന്നറിയുമോ? ഞാൻ ചുരുക്കി പറയും 6 7 ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എല്ലാം വിശദീകരിക്കാൻ 2 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് സമയം തികയാത്തത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. 4 ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ആ 4 ചോദ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒന്നാമത് ചോദിച്ചത് ഏതെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? അറിയുമോ സഹോദരങ്ങളെ? 6266 ആയത്തുകൾ അല്ലാഹു 114 അധ്യായങ്ങളിലൂടെ ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോ അതിലേറ്റവും മഹത്വമുള്ള ആയത്തേതെന്ന് ചോദിക്കുകയാണ്. ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്തേതാണെന്ന് എന്റെ പെങ്ങളെ അറിയുമോ? ഞാൻ നിങ്ങൾ ഖുർആനിന്റെ വക്താക്കളാണ്. കഴിഞ്ഞ 1 കൊല്ലത്തിന് മുമ്പല്ലേ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് കോടീശ്വരൻ എന്ന പരിപാടിയില് നടൻ സുരേഷ് ഗോപിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ. സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യമാണ്. സുരേഷ് ഗോപി പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരിയെ ടേബിളിൽ പിടിച്ചിരുത്തിയിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, ടേബിളിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ഒരു സിനിമ ഇട്ടുകൊടുത്തതിന്റെ 5 സെക്കൻഡ് 10 സെക്കൻഡോളം വരുന്ന ശബ്ദരേഖ ഇട്ടുകൊടുത്തിട്ട് ചോദിച്ചു, ഏത് സിനിമയാണ്? ആ പെണ്ണ് മറുപടി നിമിഷ നേരം കൊണ്ട് പറയുകയാണ്. ഒരിക്കൽ പോലും ആ പെണ്ണിന് ആലോചിക്കേണ്ടി വന്നില്ല, ആ പെണ്ണിനൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഒരു പഴയ കാലത്തെ സിനിമ ഇട്ടുകൊടുത്തിട്ട് ആ സിനിമ 10 സെക്കൻഡ് നീണ്ടു നിന്നപ്പോ അതേത് സിനിമയിലെ രംഗമാണെന്ന് ചോദിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ ഒരു സഹോദരി മറുപടി കൊടുക്കുകയാണ്. രണ്ടാമത് ആ നടൻ ചോദിച്ച ചോദ്യമേനെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, അതൊരു വനിതയുടെ പേരിലാണ് തുടങ്ങപ്പെടുന്നത്. ഒരു വനിതയുടെ പേരിലാണ് അധ്യായമുള്ളത്. ആ വനിത ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണിങ്ങനെ ആലോചിക്കുകയാണ്. ആ പെണ്ണിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, 4 ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആസിയയുടെയും അതുപോലെ തന്നെ ഖദീജയുടെയും മറിയം ബീബിയുടെയും ആയിഷയുടെയും പേര് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ആ വനിതയെന്ന് ചോദിച്ചിട്ടറിയാൻ കഴിയാത്ത പെങ്ങളുണ്ട്. ഏത് പെങ്ങളെന്ന് ചോദിച്ചാലും മലപ്പുറത്തുകാരിയാണ്.
ഏത് മലപ്പുറമാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറമാണ്. ഇങ്ങനെയുള്ള പെങ്ങളാണ്, ഹിജാബ് ധരിച്ചവും പെങ്ങളാണ്. പെങ്ങളോട് വിശുദ്ധമായ ഖുർആനിനെ പറ്റി ചോദിക്കുമ്പോ ഇന്ന് സഹോദര സമുദായത്തിൽപ്പെട്ടവര് പോലും പറയാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിന് പോലും ഖുർആനിൽ നിന്ന് മറുപടി കൊടുക്കാൻ ഈ സമുദായത്തിന്റെ തലതിരിഞ്ഞു പോയ പെങ്ങളെ കൊണ്ട് കഴിയാതെ പോയെങ്കില് എന്റെ കാങ്കോല നിവാസിനികളായ പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേരം അറിയുമോ? ഖുർആൻ ഓതുന്നവരോട് ചോദിക്കുകയാണ്, ഈ റമളാൻ മാസത്തിലും 4-5 ഖത്തം തീർത്ത എന്റെ ചെറുപ്പക്കാരാ, എന്റെ പിതാക്കന്മാരെ, 6266 ആയത്തുകൾ 114 അധ്യായങ്ങളിലെ പടച്ചതമ്പുരാൻ ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോ സഹോദരങ്ങളെ, ഇതിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ്? ഇതിലേറ്റവും മഹത്വമായ ആയത്തേതാണ്? ഈ പണ്ഡിതനോട് ചോദിക്കുന്നത് ഉമർ തങ്ങളുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരനാണ്, ഇൽമിൽ വളരെ കുറഞ്ഞ ഒരു മനുഷ്യനാണ് ചോദിക്കുന്നത് ആരോടാണ്? ഇബ്നു മസ്ഊദ് ഇരിക്കുന്ന സംഘത്തോടാണ് ചോദിക്കുന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് മറുപടി വരികയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് വരികയാണ്. ഏതായത്താണെന്നറിയോ? ഇത് ഇബ്നു മസ്ഊദിനല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ആർക്കാ കഴിയുക? ഇബ്നു മസ്ഊദിനല്ലാതെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ ആർക്കാ കഴിയുക? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സഹോദരങ്ങളെ, ഈ ആയത്താണ് ഇതിന്റെ അവസാന ഭാഗം വരെ ഓതി കൊടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഈ ആയത്താണ്. ഏതായത്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്. ഈ ആയത്തിന്റെ പേര് എന്താ പോലെ? ആയത്തുൽ കുർസി. സംശയിക്കേണ്ട, ഇനി ആര് ചോദിച്ചാലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാ? എല്ലാം മഹത്വമുള്ളതാണ്, ഏത് മഹത്വമുള്ളതാണ്. പക്ഷെ അതിലേറ്റവും മഹത്വമുള്ളത് ഏതാണ്? അത് ആയത്തുൽ കുർസി ആണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എത്ര പേർക്കറിയാം? എത്ര പേർക്ക് ആയത്തുൽ കുർസി തെറ്റാതെ ഓതാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ സമുദായത്തിലുണ്ട്? ഞാൻ ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ വിമർശിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്തിന്റെ മഹത്വം എന്താണ്? വിശദീകരിക്കാൻ എന്നാൽ ഇത് ഇന്നൊരു ദിവസം പ്രസംഗിക്കേണ്ടി വരും. നമുക്കിനി ആകെ ഉള്ളത് തുച്ഛമായ സമയമാണ് നമുക്കിനിയുള്ളത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത് 5 വഖത്ത് നമസ്കാരത്തിനു ശേഷം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, പഠിച്ചോളി, 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഇത് ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. പക്ഷെ ഒരു തടസ്സം അവന്റെ മുമ്പിലുണ്ട്. എന്ത് തടസ്സം? മരണം എന്ന് പറയുന്ന ഒരു തടസ്സം അവന്റെ മുന്നിലുണ്ട്. മരിച്ചാൽ അപ്പോഴേ അവൻ സ്വർഗത്തിലാണ്. ആര്? 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി മുടങ്ങാതെ ഓതുന്ന ഒരാൾ. അപ്പൊ ചോദിക്കും, ഉസ്താദെ, 5 നേരത്തെ നിസ്കാരം അതിനുശേഷം ഈ ആയത്തുൽ കുർസി അങ്ങ് ഓതിയ വിഷയമൊക്കെ തീരൂലേ? ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ലേ? ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളതല്ല. ഈ 5 നേരം ആയത്തുൽ കുർസി ഓതുന്നവന് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. കള്ളു പിടിക്കാനും പെണ്ണ് പിടിക്കാനും പലിശ വാങ്ങാനും ഒന്നും അവനെ കഴിയില്ല. കാരണം അർത്ഥറിഞ്ഞ് ലാ തൗഖുദു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവന് ഹയ്യും ഖയ്യൂമുമാണ്, എന്നെന്നും ശേഷിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനും കഴിവുള്ളവനും ഒക്കെയാണ്, അവനല്ലാതെ ആരാധ്യനില്ല. ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹുവിന് 2 രീതിയിലുള്ള ഉറക്കമില്ല. 2 രീതിയിലുള്ള ഉറക്കം ഏതാണ്? ഒന്ന് കട്ടിലിൽ കിടന്ന്, ഒന്ന് പായെ കിടന്ന്. 2 രീതിയിൽ ഉറക്കമുണ്ട്. സിനത്ത്, നൗം. സഹോദരിമാരോട് ഞാൻ പറയാം, സിനത്ത്, നൗം, 2 രീതിയിലുള്ള ഉറക്കമുണ്ട്. ഈ ഉറക്കം ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. വീട്ടിൽ കിടന്ന് മനോഹരമായി നല്ല ബെഡ്ഷീറ്റും പുറച്ച് കിടക്കുന്ന ഉറക്കത്തിന്റെ പേര് നൗം. വഴല് കേൾക്കാൻ വന്നിരുന്ന് ഉറങ്ങുന്ന ഉറക്കത്തിന്റെ പേര് സിനത്ത്. മനസ്സിലായ? നൗം എന്ന് പറഞ്ഞാൽ കണ്ണു ഉറങ്ങും, ഹൃദയം ഉറങ്ങും. സിനത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ ഹൃദയം ഉറങ്ങും. അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞിരിക്കും, പക്ഷെ ഹൃദയം തുറന്നിരിക്കും.
എന്ന് പറഞ്ഞാൽ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശബ്ദമുണ്ട്, ആളുകൾ ബക്കറ്റ് കൊണ്ടുവരുന്ന അറിയുന്നു, എല്ലാം ചെയ്യുന്നു, പ്രസംഗം തീരുന്ന അറിയുന്നു, ഒക്കെ അറിയുന്നു. പക്ഷെ എന്താണ് പറയുന്നത് മനസ്സിലാവും. കാരണം തൂങ്ങി ഉറങ്ങുകയാണ് അല്ലെ. ഏറ്റവും നല്ല ഉറക്കം ഒരു മുസ്ലിമിനെ അതെന്ന് ചോദിച്ചാൽ എതിരെ അഭിപ്രായം ഇല്ലാതെ പറയുന്ന ഒരു സമയമാണ്. എപ്പോഴാ? ഒരു 20 മിനിറ്റ് ആഴ്ചയിൽ അവന് കിട്ടും. എത്ര മനോഹരമായ ഉറക്കമാണ്. ഖതീബ് മിമ്പറിൽ നിന്ന് ഖുതുബ പോകുന്ന സമയം, ആ സമയത്ത് കിട്ടുന്ന ഉറക്കം അത് വല്ലാത്തൊരു ഉറക്കമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിട്ടുള്ള ഒരു ആയത്തുൽ കുർസിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് അമല് ചെയ്യാൻ, ഇന്ന് രാത്രി മുതൽ അമല് ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അബൂ ഹുറൈറയെ വിളിക്കുകയാണ്. അബൂ ഹുറൈറ, ഇത് പരിശുദ്ധ റമളാനാണ്, പരിശുദ്ധ റമളാനാണ്. അബൂ ഹുറൈറ, ഇന്ന് മുതൽ നീയാണ് പരിശുദ്ധമായ റമളാൻ മാസത്തില് ബൈത്തുൽ മാലിലേക്ക് വരുന്ന ഈത്തപ്പഴത്തിന്റെയും മുന്തിരിയുടെയും സൂക്ഷിപ്പുകാരനായി, ബൈത്തുൽ മാലിന്റെ ഖജനാവിന്റെ കാവൽക്കാരനായി നീയാണ് നിൽക്കേണ്ടത്. അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. നബിയേ, ഞാൻ കാവൽ നിന്നോളാം. അല്ലാഹുവിന്റെ റസൂല് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ്. അന്ന് വരെ ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സക്കാത്തിന്റെ മുതൽ കൊടുത്തവര് ബൈത്തുൽ മാലിന്റെ ഖജനാവിനകത്ത് കിടക്കുന്ന ഈത്തപ്പഴത്തിനും മുന്തിരിക്കും വേണ്ടി കാവൽ നിൽക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തയ്യാറായി കാവൽ നിൽക്കുകയാണ്. ഒരു കള്ളം വന്നെടുത്തു കൊണ്ടുപോകാൻ കഴിയൂല, ആർക്കും മോട്ടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേൾക്കുകയാണ്, കാലൊച്ച കേൾക്കുകയാണ്, ആരോ കടന്നു വരുന്ന ശബ്ദം കേൾക്കുകയാണ്. ഒരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ മഹാനായ അബൂ ഹുറൈറ ഓടി ചെല്ലുകയാണ്. ഇത് ഞാൻ വിശദമായിട്ട് ഞാൻ എഴുതിയ ഗ്രന്ഥത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഇവിടെ ഇന്ന് കൊടുക്കുന്ന ബുക്കിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുകയാണ്. ആരാണെന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ നാട്ടുകാരനല്ല, അറിയില്ല, കള്ളനാണ്. ഖജനാവിന് കെട്ടുന്ന ഈത്തപ്പഴം മോട്ടിക്കാൻ വേണ്ടി വന്ന കള്ളനാണ്, പെരുങ്കള്ളനാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ. അബൂ ഹുറൈറ ഓടിച്ചെന്നവനെ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പെരുങ്കള്ള, നീ ബൈത്തുൽ മാലിൽ നിന്ന് ഈത്തപ്പഴം മോട്ടിക്കാൻ വേണ്ടി വന്നവനല്ലേ, നിന്നെ വിടില്ലടാ, റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുമടാ. ആ സമയത്ത് അബൂ ഹുറൈറയുടെ മുന്നിൽ ആ വന്ന കള്ളൻ ഇങ്ങനെ താണകേണ് അപേക്ഷിക്കുകയാണ്. ഇല്ല, റസൂലിനോട് പറയല്ലേ, മുഹമ്മദ് നബിയോട് പറയല്ലേ, ഞാൻ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വന്നു പോയതാ. എന്റെ ഭാര്യ മക്കള് പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, വ്യസനത്തിലാ. ഇന്ന് ഞാനിത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഗതികേട് കൊണ്ട് മോട്ടിക്കാൻ ഇറങ്ങിയതാണ്, ഗതികേട് കൊണ്ട് മോട്ടിക്കാൻ വേണ്ടി വന്നതാണ്. മാപ്പാക്കണേ, ഇനി ഞാൻ വരില്ല. പാവപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവനെ അങ്ങ് അഴിച്ചു വിടുകയാണ്. പിറ്റേന്ന് നേരം വെളുത്ത സുബഹി നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മദീനത്തുൻ നബവിയിലെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയാ. പിന്നിൽ അണിനിരന്നുകൊണ്ട് നിസ്കാരം നടത്തുമ്പോ സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരും സലാം പറഞ്ഞിട്ട് നബി തങ്ങളോട് മുസാഫഹ ചെയ്ത് പിരിയാൻ വേണ്ടി പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇന്നലെ വന്ന കള്ളനെ നീ എന്ത് ചെയ്തു? ഇന്നലെ വന്ന കള്ളനെ നീ എന്ത് ചെയ്തു അബൂ ഹുറൈറ? അബൂ ഹുറൈറ ഞെട്ടിപ്പോയി. പടച്ചവനെ, ഞാനും ആ കള്ളനുമല്ലാതെ അള്ളയല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. നബിയെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആ സമയത്ത് അബൂ ഹുറൈറയോട് റസൂലുള്ളാഹി പറയുകയാണ്, അബൂ ഹുറൈറ, അവൻ നിന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ, അവന്റെ കള്ളനാണ്. ഇല്ല നബിയെ, ദാരിദ്ര്യത്തിന്റെ കട്ടപ്പാടിന്റെ വേദനയുടെ നൊമ്പരങ്ങൾ പറഞ്ഞപ്പോഴാണ് വെറുതെ വിട്ടത്. ഇല്ല ഇല്ല അബൂ ഹുറൈറ, അവന് കള്ളനാണ്. അബൂ ഹുറൈറ, നിന്നെ പറ്റിച്ചു കളഞ്ഞു. ഇന്നും അവൻ വരും അബൂ ഹുറൈറ, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അന്ന് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുചരനെ കാവൽ നിൽക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ കാവൽ നിൽക്കുമ്പോ വീണ്ടും ആ കാൽപെരുമാറ്റം കേൾക്കുകയാണ്. ഓടി ചെന്ന് നോക്കുമ്പോ